ഇവിടെ നമ്മൾ 4 സ്പ്രൈറ്റുകൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൗസ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് ഫയർ ആവുകയും എപ്പോഴൊക്കെ ബലൂണുകളിൽ തട്ടുന്നോ ആ സമയത്ത് സ്കോറ് കൂടുകയും ചെയ്യണം. ബുള്ളറ്റിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ ആദ്യം തുടക്കത്തിൽ 20 ബുള്ളറ്റ് ഉണ്ടാകും. ഓരോ തവണ നമ്മൾ ഫയർ ചെയ്യുമ്പോഴും ഓരോ ബുള്ളറ്റ് വീതം അതിൽ എണ്ണത്തിൽ കുറവ് കാണിക്കുകയും 0 എത്തുമ്പോൾ ഗെയിം അവസാനിക്കുകയും പിന്നീട് ബുള്ളറ്റുകൾ ഫയർ ചെയ്യാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ബുള്ളറ്റ് സ്കോറ് തുടങ്ങിയിട്ടുള്ള നമ്പേഴ്സ് ചേഞ്ചൊക്കെ വരുത്താൻ പറ്റുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സങ്കേതത്തെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേരിയബിൾസ് എന്താണ് എന്ന് ഞാൻ ഒന്നുകൂടി പറയാം. നമുക്കൊരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ളത് പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ച് അതിൻ്റെ വാല്യൂവിൽ, അതിൻ്റെ വിലയിൽ മാറ്റം വരുത്താൻ കഴിയുന്നതുമായിട്ടുള്ള നമ്പറുകൾ, അതുപോലെ ടെക്സ്റ്റുകൾ, ഇവയൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ബുള്ളറ്റ് അതുപോലെ സ്കോർ തുടങ്ങിയിട്ടുള്ള 2 വേരിയബിളുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒന്ന് വേരിയബിൾ എന്ന് പറയുന്ന ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് മേക്ക് എ വേരിയബിൾ. കാരണം ഇവിടെ നിലവിൽ വേരിയബിൾസ് വേറെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ 2 വേരിയബിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് മേക്ക് എ വേരിയബിൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു പുതിയ ഡയലോഗ് ബോക്സ് വരും. അവിടെ നമ്മുടെ വേരിയബിളിൻ്റെ നെയിം നമ്മൾ നൽകുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കുന്നു. ഒന്ന് ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാൻ കഴിയും ദ ബുള്ളറ്റ്സ് എന്ന് പറയുന്നു. 0 എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. നമുക്കതിൽ പിന്നീട് മാറ്റം വരുത്താൻ പറ്റും. ഇനി ഒരു വേരിയബിളും കൂടെ വേണം. അതുകൂടി തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ കോഡിങ്ങിലേക്ക് കടക്കുകയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ മേക്ക് എ വേരിയബിൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് നമ്മൾ ആ ഗെയിമിൽ നേരത്തെ കണ്ടതുപോലെ ഹിറ്റ്സ് എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ സ്കോർ എന്ന് നമുക്ക് നൽകാവുന്നതാണ്. ഞാനിവിടെ സ്കോർ എന്നാണ് നൽകുന്നത്. സ്കോർ എന്ന് കൊടുക്കുന്നു, ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഇതാ 2 രീതിയിലുള്ള വേരിയബിളും വന്നിട്ടുണ്ട്. നമുക്കിത് ഡ്രാഗ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഗെയിം നടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഈ ബുള്ളറ്റ്സും സ്കോറും വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് വിസിബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു ബ്രൗൺ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിനെ വലിയ രീതിയിൽ ബാധിക്കാത്തൊരു ഏരിയയാണ്. അതുപോലെ നമ്മുടെ കാഴ്ചയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്തൊരു ഏരിയയാണ്. അപ്പോൾ ആ ഭാഗത്തേക്കായിട്ട് 2 അറ്റത്തേക്കായിട്ട് ഞാൻ ഈ 2 ബുള്ളറ്റ്സും അതേപോലെ സ്കോറും എന്ന് പറഞ്ഞാൽ 2 വേരിയബിളിനെയും കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ കോഡിങ്ങുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബുള്ളറ്റ്സ് എന്ന് പറയുന്ന സ്പ്രൈറ്റിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കോഡ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും കൃത്യമായിട്ട് വേണ്ട സ്പ്രൈറ്റുകളിൽ തന്നെ നമ്മൾ സ്കോറ് അതേപോലെ ബുള്ളറ്റ് തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഒക്കെ കോഡിംഗ് ആണെങ്കിലും അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കോഡിംഗ് ആണെങ്കിലും അതൊക്കെ ഏതാണോ സ്പ്രൈറ്റ് എന്നുള്ളത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ തന്നെ സെലക്ട് ചെയ്ത് ചെയ്യണം. മാറി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗെയിം പിന്നെ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന 2 വേരിയബിൾസും റിലേറ്റ് ചെയ്യുന്നത് ബുള്ളറ്റുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ബുള്ളറ്റ്സിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കോഡ് കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബുള്ളറ്റ്സിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു വയ്ക്കുന്നത് ഇവൻസിൽ നിന്നും വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന കോഡാണെന്ന് പറഞ്ഞു. എപ്പോഴാണോ ഇത് കോഡ് വർക്ക് ആവേണ്ടത് എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലാഗ് അഥവാ ഗോ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കണം താഴെയുള്ള കോഡുകൾ 1 by 1 ആയിട്ട് വർക്ക് ആവേണ്ടത്. ഞാൻ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
ബുള്ളറ്റിൻ്റെ എണ്ണം 20 ഉണ്ടായിരിക്കണം, സ്കോറ് 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ വേരിയബിൾസിലേക്ക് പോവുകയാണ്. വേരിയബിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ബുള്ളറ്റ് ടു 0 എന്ന് പറഞ്ഞൊരു കോഡ് കാണാം. അപ്പോൾ ആ ബുള്ളറ്റ്സ് എന്നുള്ളിടത്ത് ഒരു ആരോ മാർക്ക് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബുള്ളറ്റ്സ് മാറ്റി സ്കോറും ഒക്കെ ആക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു കോഡ് തന്നെയാണ് നമ്മളിവിടെ ഈ 2 കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ സെറ്റ് ബുള്ളറ്റ്സ് ടു 0 എന്ന് പറയുന്നത് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയാണ്. ഇനി എനിക്ക് ഒരെണ്ണം കൂടെ അതേ തരത്തിലുള്ളത് വേണം. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ എനിക്ക് ഒരേപോലെയുള്ള 2 എണ്ണം കിട്ടി. അത് രണ്ടും കൂടെ ചേർത്ത് വെക്കുകയാണ്. ഇതിൽ ആദ്യത്തേത് സെറ്റ് ബുള്ളറ്റ്സ് ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ബുള്ളറ്റ്സിൻ്റെ എണ്ണം തുടക്കത്തിൽ 20 വേണം. അതുകൊണ്ട് തന്നെ ഈ 0 എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴ്സർ വരുന്ന കാണാം. ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് ആ വാല്യൂ കളയുന്നു, അവിടെ 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് മാറ്റാനുള്ളത് വാല്യൂവിലല്ല, കാരണം സ്കോർ 0 ആയിട്ട് തന്നെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ടത്. അതുകൊണ്ട് തന്നെ 0 എന്ന് തന്നെ വയ്ക്കുന്നു. തൊട്ട് ഇപ്പുറത്തുള്ള ബുള്ളറ്റ്സ് എന്ന് പറയുന്ന നെയിം ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ സ്കോർ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 ബ്ലോക്കിലൂടെ ചെയ്യുന്നത് ഗെയിം ആരംഭിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ നമ്മൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു ആ സമയത്തൊക്കെ ബുള്ളറ്റ്സിൻ്റെ എണ്ണം 20 ആയിട്ടും മാറും, സ്കോർ 0 ആയിട്ട് മാറും. ഒന്ന് റീസെറ്റ് ചെയ്ത് വരുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനതൊന്ന് ഇതിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കുകയാണ്. വെൻ ഫ്ലാഗ് ക്ലിക്കുകളിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗണ്ണ് നമ്മൾ മൗസ് പോയിൻ്റർ എവിടെയാണോ അവിടേക്ക് തിരിയുന്നത് പോലെ ബുള്ളറ്റ് കൂടി തിരിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണല്ലോ നമ്മൾ എവിടെയാണോ മൗസ് ക്ലിക്ക് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് ബുള്ളറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗണ്ണിൽ കൊണ്ടുവന്ന ഈ ഒരു കോഡ് അതേപോലെ തന്നെ നമുക്ക് ഏതിലും വേണം, ബുള്ളറ്റ്സിലും വേണം. അപ്പോൾ ഗണ്ണ് നമ്മളിവിടെ ഇത് വെച്ചപ്പോഴുണ്ടായ മാറ്റം കണ്ടതായിരുന്നു. ഞാൻ എവിടേക്കാണോ മൗസ് തിരിക്കുന്നത് അവിടേക്ക് ഇത് തിരിയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന് പുറകിലായിട്ടുള്ള ബുള്ളറ്റും തിരിയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ബുള്ളറ്റ്സിലേക്ക് വന്ന് കൺട്രോളിലേക്ക് പോയി ഫോറെവർ എന്ന ലൂപ്പ് എടുത്ത് വെക്കുകയാണ്. ഇനി അതിൽ നമ്മളിനി കൊണ്ടുവരാൻ പോകുന്നത് മോഷനിൽ നിന്നും പോയിൻ്റ് ടുവേർഡ്സ് മൗസ് പോയിൻ്റർ എന്ന കോഡാണ്. അത് ഞാനിതാ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സെറ്റ് ബുള്ളറ്റ്സ് എന്ന് പറയുന്നത് ഫോറെവറിൻ്റെ അകത്ത് വരാൻ പാടില്ല. കാരണം ഫോറെവറിൻ്റെ അകത്ത് സെറ്റ് ബുള്ളറ്റ്സ് ടു 20 സ്കോർ ടു 0 എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ഗെയിം നമ്മൾ എത്ര കളിച്ചാലും അതിൻ്റെ ബുള്ളറ്റ്സിൻ്റെ എണ്ണം 20 ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. സ്കോർ നമ്മളിപ്പോൾ ബലൂണിൽ ബുള്ളറ്റ് തട്ടിച്ചാലും സ്കോർ 0 ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം ഫോറെവർ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഗെയിമിൻ്റെ രീതി തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഈ 2 കോഡുകൾ ഒരേ ഒരു തവണ മാത്രമാണ് വർക്ക് ചെയ്യേണ്ടതുള്ളൂ. പിന്നീട് അത് വർക്ക് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യുന്ന പോലെ പുതിയൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് അത് ഫോറെവറിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും വെച്ചിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗണ്ണിൻ്റെ ബാക്കിലുള്ള ബുള്ളറ്റ് ഒരേപോലെ മൂവ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇവിടെ സ്കോർ 0 ആയിട്ടുണ്ട്, ബുള്ളറ്റ് 20 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വന്നത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഒരു മാറ്റം കണ്ടിട്ടുണ്ടാകും. ഞാൻ ഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹൈലൈറ്റിംഗ് കളർ വന്ന് കണ്ടിട്ടുണ്ടാകും. അത് ആ കോഡ് ഇപ്പോൾ റൺ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കണം. ഇവിടെ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് സ്റ്റേജ് എന്നാണെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേജ്, അതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടിനെ ബാക്ക് ഡ്രോപ്പ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആശയം. അപ്പോൾ ഞാൻ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ പറയുകയാണ്, ഞാൻ സ്റ്റേജിൽ വന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് അതായത് ഗണ്ണ് ഫയർ ചെയ്ത് ബുള്ളറ്റ് മുന്നോട്ട് പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബുള്ളറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സ്പ്രൈറ്റ് ആണ്, എന്നാൽ സ്റ്റേജ് എന്ന് പറയുന്നത് മറ്റൊരു വേരിയൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രാച്ചിൻ്റെ ഒരു പ്രധാന നിയമം അറിയേണ്ടതുണ്ട്. ഈ പറയുന്ന സ്പ്രൈറ്റുകൾ ഒന്നും തമ്മിൽ ഇൻട്രാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കില്ല. അതായത് ഞാനിവിടെ സ്റ്റേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്ന ഇവൻറ്റിന് മാത്രമാണ് അത് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ബുള്ളറ്റ് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ബലൂണിൽ തൊടുകയോ മാറ്റി വയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ ഒരു സ്പ്രൈറ്റിൽ മാത്രമാണ് ആ മാറ്റം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ സ്പ്രൈറ്റുകൾ തമ്മിലും നമ്മുടെ ബാക്ക്ഡ്രോപ്പ് ഓർ സ്റ്റേജ് തമ്മിലും ഒക്കെയുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നത് നമ്മൾ ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് സ്റ്റേജിൽ നിന്നും ഒരു മെസ്സേജ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്പ്രൈറ്റിൽ നിന്നോ സ്റ്റേജിൽ നിന്നോ ഒക്കെ ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ അത് മുഴുവൻ സ്പ്രൈറ്റുകൾക്കും ഒരേ സമയം ലഭിക്കും എന്നുള്ളതാണ്. സ്വീകരിക്കാനുള്ള കഴിവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്പ്രൈറ്റുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ അഥവാ ആശയവിനിമയം നടത്തുന്നത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് മുഖേനയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇനി സ്റ്റേജ് എന്ന ഭാഗത്തേക്ക് വരുന്നു. അവിടെ നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേജിൽ എപ്പോഴാണോ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ സ്റ്റേജിൽ ക്ലിക്ക് ചെയ്തു അഥവാ ക്ലിക്ക്ഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അവിടെ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജിൻ്റെ രീതിയിലേക്ക് പോകണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് അല്ല ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ വെൻ സ്റ്റേജ് ക്ലിക്ക്ഡ് എന്നുള്ളതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണ്, സ്റ്റേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ മെസ്സേജ് പോകാൻ പാടുള്ളൂ. അപ്പോൾ വെൻ സ്റ്റേജ് ക്ലിക്ക്ഡ് എന്നുള്ളത് എടുത്ത് വയ്ക്കുന്നു. തുടർന്ന് നമുക്കൊരു മെസ്സേജ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇവിടെ അതേ ഇവൻസിൻ്റെ അകത്ത് തന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് 1 എന്ന് പറഞ്ഞൊരു കോഡ് കാണാം. ആ ബ്ലോക്ക് നമ്മളൊന്ന് ഇവിടേക്ക് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ മെസ്സേജ് 1 എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു മെസ്സേജ് അവിടെ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാം. മെസ്സേജ് 1 ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കാണുന്നതാണ്. അതേപോലെ നമ്മൾ തയ്യാറാക്കിയ ഒരു മെസ്സേജിന് റീനെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പുതിയൊരു മെസ്സേജ് തയ്യാറാക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഒരുപാട് മെസ്സേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ന്യൂ മെസ്സേജ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ആ ന്യൂ മെസ്സേജിൻ്റെ നെയിം എന്ന് പറയുന്നത് ക്ലിക്ക്ഡ് എന്നാണ്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക്ഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക്ഡ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഗെയിമിൽ ശ്രദ്ധിക്കണം. എപ്പോഴൊക്കെ ബുള്ളറ്റുകൾ ബാക്കിയുണ്ടോ ആ സമയത്ത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഈ മെസ്സേജ് പോകേണ്ടതുള്ളൂ. ബുള്ളറ്റ് 0 ആവുന്ന സമയത്ത് നമുക്ക് ഈ മെസ്സേജ് അയക്കുന്നത് നിർത്തണം. പിന്നീട് നമ്മൾ എത്ര ക്ലിക്ക് ചെയ്താലും ഇങ്ങനെ മെസ്സേജ് പോവാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. എപ്പോഴൊക്കെയാണോ ബുള്ളറ്റിൻ്റെ എണ്ണം 0ൽ കൂടുതലുള്ളത് ആ സമയത്ത് മാത്രമാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോകേണ്ടത്, അഥവാ ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് വർക്ക് ആവേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ തയ്യാറാക്കുന്ന മാത്തമാറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റേഴ്സിലാണ്. ഇപ്പം ഞാൻ ഓപ്പറേറ്റേഴ്സിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് 3 തരത്തിലുള്ള ഓപ്ഷൻസ് ഇവിടെ നമുക്കൊന്ന് കാണാൻ കഴിയും. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, എപ്പോഴൊക്കെയാണോ ബുള്ളറ്റ്സ് ബാക്കിയുള്ളത് അഥവാ 0ൽ കൂടുതലുള്ളത് ആ സമയത്ത് മാത്രം വർക്കാവണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം ഗ്രേറ്റർ ദാൻ 50 എന്ന് പറയുന്ന കോഡാണ്. അത് ഞാനൊന്ന് ഇവിടേക്ക് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ 50 അല്ല, അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ മാറ്റിയതുപോലെ ഇവിടെ 50യുടെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് 0 എന്നാക്കി മാറ്റുക. ഇനി എന്താണ് ഇവിടെ 0ൽ കൂടുതൽ വരേണ്ടത്, ബുള്ളറ്റ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ നമ്മൾ വേരിയബിൾസിലേക്ക് ഒന്ന് പോകുന്നു. വേരിയബിൾസിലേക്ക് പോയിട്ട് ഈ ബുള്ളറ്റ് എന്ന് പറയുന്ന ഈ വേരിയബിളിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണ്. അതുകൂടി നമ്മളിവിടെ ഒന്ന് പ്ലേസ് ചെയ്തു.
ഇനി നമ്മളിത് വർക്ക് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വെക്കണമല്ലോ. എപ്പോഴാണോ ബുള്ളറ്റ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കുന്നത് അപ്പം മാത്രമാണ് സ്റ്റേജിൽ ക്ലിക്ക് ചെയ്താൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോവേണ്ടത്. അപ്പോൾ ഞാൻ കൺട്രോളിലേക്ക് പോവുകയാണ്. കൺട്രോളിലേക്ക് പോയിട്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഈഫ് ദെൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. എപ്പോഴാണോ ബുള്ളറ്റ്സിൻ്റെ എണ്ണം 0-നേക്കാൾ കൂടുതലുള്ളത് അപ്പോൾ മാത്രം സ്റ്റേജിൽ ക്ലിക്കായാൽ ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോകണം. അപ്പോൾ ഞാൻ ഈഫ് ദെൻ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് കൂടി എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമായ ബ്ലോക്കുകളെല്ലാമായി. ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കുകയേ വേണ്ടൂ. അപ്പോൾ ഈ കൂട്ടിച്ചേർത്ത് വെക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം. ഈ ബുള്ളറ്റ്സിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാനതൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനടുത്ത് എത്തുമ്പോൾ അവിടെ ഒരു ഹൈലൈറ്റിംഗ് കളർ വരുന്നത് കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് വന്നുള്ളൂ. ഇനി അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ അത് കറക്റ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഇവിടെ പിടിച്ച് നമ്മൾ വലിച്ച് നീക്കാൻ പറ്റില്ല. ഈ ഗ്രീൻ കളർ ഭാഗത്ത് പിടിച്ച് വലിക്കുക. വലിച്ച് ഇതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഹൈലൈറ്റിംഗ് കളർ വരുന്ന കാണാം. അത് മുകളിലൂടെ ഏതിലെ വേണമെങ്കിൽ കൊണ്ടുവരാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിലേ കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ വിടുന്നു. അവിടേക്ക് അത് പ്ലേസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക്ഡ് എന്നുള്ളതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുക. ഇത് വെൻ സ്റ്റേജ് ക്ലിക്ക്ഡ് എന്നുള്ളതുമായിട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ സ്റ്റേജിൻ്റെ കണ്ടീഷൻ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എപ്പോഴൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നോ ആ സമയത്ത് ബുള്ളറ്റ്സിൻ്റെ എണ്ണം അവർ നോക്കുന്ന സമയത്ത് 0-യേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ നിന്നും ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ മെസ്സേജ് റിസീവ് ചെയ്യാനുള്ള കോഡുകൾ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജിലൂടെയാണ് സ്പ്രൈറ്റുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. നമുക്കിനി ആവശ്യം ബുള്ളറ്റുകൾ മൂവ് ചെയ്യുന്ന ഒരു കോഡ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ബുള്ളറ്റ് എന്ന സ്പ്രൈറ്റിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് ഓരോ ബുള്ളറ്റുകൾ മൂവ് ചെയ്യും തോറും ഒരു ബുള്ളറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് എഡ്ജ് കഴിയുന്നതിന് ശേഷം വീണ്ടും അടുത്ത ബുള്ളറ്റ് അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട്. അതായത് ഓരോ ബുള്ളറ്റിൻ്റെയും കോപ്പികൾ 20 എണ്ണം തീരുന്നത് വരെ കോപ്പികൾ അവിടെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ബുള്ളറ്റ് മാത്രമേ ശരിക്കും നമ്മൾ സ്പ്രൈറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും 19 എണ്ണം കൂടി ശരിക്കും വരേണ്ടതുണ്ട്. അങ്ങനെ ഒരേ സ്പ്രൈറ്റിൻ്റെ തന്നെ കോപ്പികൾ നമ്മളിവിടെ വീണ്ടും വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ക്ലോൺ എന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഇവിടെ ഇതിൽ തന്നെ ക്ലോൺ എന്ന് പറഞ്ഞ ഒരു കോഡിങ് നമ്മൾ നൽകുന്നതോടുകൂടി ഇവിടെ ഒരു ബുള്ളറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒരു ക്ലോൺ സൃഷ്ടിക്കപ്പെടുന്നു. ആ ബുള്ളറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ഒരു ക്ലോൺ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ 20 ബുള്ളറ്റുകളുടെയും ക്ലോണിങ് അവിടെ നടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കോഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് മേക്ക് എ ക്ലോൺ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. ക്ലോണിങ്ങിൻ്റെ കോഡുകൾ നമുക്ക് കൺട്രോളിൽ കാണാൻ പറ്റും. കൺട്രോളിൻ്റെ താഴത്തേക്ക് വരുന്ന ഭാഗത്ത് ഏറ്റവും അവസാനമായിട്ട് ദ ക്രിയേറ്റ് ക്ലോൺ ഓഫ് മൈസെൽഫ് എന്ന് പറയുന്ന ഒരു കോഡ് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു രീതി വെച്ചുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നീട് ആ ക്ലോണിന് വേണ്ട കോഡുകൾ നമ്മൾ കൊടുക്കുന്നത് വെൻ ഐ സ്റ്റാർട്ട് ആസ് എ ക്ലോൺ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ക്ലോൺ തയ്യാറാക്കപ്പെടുന്നത് അതിനുശേഷം ആ ക്ലോണിന് മാത്രമായിട്ടുള്ള കോഡുകൾ പ്രവർത്തിപ്പിക്കും. അല്ലാത്ത സമയം ആ കോഡുകൾ ഡിസേബിൾ ആയിട്ട് കിടക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ സ്റ്റേജിൽ നിന്നൊരു മെസ്സേജ് ഇവിടേക്ക് വരുന്ന രീതി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ മെസ്സേജ് റിസീവ് ചെയ്യാനുള്ളൊരു കോഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. എപ്പോഴാണോ റിസീവ് ചെയ്യുന്നത് ആ സമയത്ത് ബുള്ളറ്റ് തോക്കിൻ കുഴലിൻ്റെ അറ്റത്തേക്ക് വരികയും അതിനുശേഷം മൗസ് പോയിൻ്റർ ഉള്ള ദിക്കിലേക്ക് ആ ബുള്ളറ്റ് മൂവ് ചെയ്ത്
ഈ ഒരു സ്റ്റേജിൻ്റെ എഡ്ജിലേക്ക് എത്തുകയും ചെയ്യുന്ന രീതിയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ കോഡുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒപ്പം ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സൗണ്ട് കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ ആദ്യം സൗണ്ട് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബുള്ളറ്റിൻ്റെ കോഡുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഈ ഒരു മെസ്സേജ് റിസീവ് ചെയ്താൽ മാത്രമാണ് ഇത് വർക്കാവേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇവൻസിലെ വെൻ ഐ റിസീവ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് ഒന്ന് നമുക്ക് എടുത്ത് ഇവിടേക്ക് വെക്കാം. ഇവിടെ നമുക്ക് ക്ലിക്ക്ഡ് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒന്നിലധികം മെസ്സേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആ ഒരു മെസ്സേജ് സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി ക്ലിക്ക്ഡ് തന്നെയാണ് സെലക്ട് ആയിട്ട് കിടക്കുന്നത്. ഇനി വെൻ ഐ റിസീവ് ക്ലിക്ക്ഡ് എന്ന് പറയുന്നത് കിട്ടിയാൽ ഉടനെ ചെയ്യേണ്ടത് എന്താണ്? ഈ ബുള്ളറ്റ് ഗണ്ണിൻ്റെ അറ്റത്തേക്ക് നിൽക്കുക, ഗണ്ണിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഷനിലേക്ക് നമ്മൾ പോകുന്നു. മോഷനിലേക്ക് പോയിട്ട് ഇവിടെ ഗോ ടു റാൻഡം പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് കാണാം. നമുക്ക് ആ ബ്ലോക്കാണ് ആവശ്യമുള്ളത്. അത് ഞാൻ എടുത്ത് ഇവിടേക്ക് അറ്റാച്ച് ചെയ്യുന്നു. പക്ഷേ നമുക്ക് റാൻഡം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും ഒക്കെ പോകും എന്നുള്ള രീതിയിലാവും. നമുക്ക് വേണ്ട എന്താണ്? ഗണ്ണിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ റാൻഡം പൊസിഷൻ എന്നുള്ളതിൻ്റെ അവിടെയുള്ള ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള സ്പ്രൈറ്റുകളും മൗസ് പോയിന്ററും എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കാണും. അതിൽ ഗൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു സംഗതിയും കൂടിയുണ്ട്. അതെന്തായിരുന്നു? ബുള്ളറ്റ് എപ്പോഴൊക്കെ ഫയർ ചെയ്യുന്നോ ആ ഫയർ ചെയ്യുമ്പോൾ തന്നെ ഈ 20 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയിൽ നിന്നും 1 വീതം കുറയണം. അതായത് ബുള്ളറ്റ്സ് എന്ന വേരിയബിളിൽ നിന്നും 1 ബുള്ളറ്റ് വീതം കുറയുന്ന ഒരു കോഡാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് തന്നെ നമുക്ക് വേരിയബിൾസ് എന്ന് പറയുന്ന ടാബിൽ പോയി നോക്കണം. വേരിയബിൾസിലേക്ക് പോവുക. ഇവിടെ ചേഞ്ച് ബുള്ളറ്റ്സ് ബൈ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലോക്ക് അതാണ്. അത് ഞാനൊന്ന് എടുത്ത് വെക്കുകയാണ്. ചേഞ്ച് ബുള്ളറ്റ്സ് ബൈ 1 എന്നുള്ളത് എടുത്തു. നമുക്കിവിടെ ബുള്ളറ്റ്സിന് വരാൻ സ്കോറും ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബുള്ളറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് എന്താണ്? നമുക്ക് ബുള്ളറ്റ്സ് തന്നെ സെലക്ട് ചെയ്യാം. പക്ഷേ ബൈ 1 എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? കൂടുകയാണ് ചെയ്യുക. അപ്പോൾ കുറയുന്നതിന് എന്ത് ചെയ്യേണ്ടി വരും? -1 എന്ന് നമ്മൾ ആ ഒരു നമ്പറിനെ മാറ്റുകയാണ്. ആ വാല്യൂവിനെ -1 ആക്കി കൊടുക്കണം. അപ്പോൾ -1 വെച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു ക്ലോൺ കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് എപ്പോഴാണോ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് ആ സമയത്ത് ഗണ്ണിലെ അവിടേക്ക് ബുള്ളറ്റ് വരികയും ഒരു സ്കോർ കുറയുകയും ചെയ്യുന്നു. പക്ഷേ ഇനി മൂവ്മെൻറ്റിൻ്റെ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോണ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ ക്രിയേറ്റ് ക്ലോൺ ഓഫ് മൈസെൽഫ് എന്ന് പറയുന്ന കൺട്രോളിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ടാബിനെ ഞാനൊന്ന് എടുക്കുകയാണ്. ഇവിടെ മൈസെൽഫ് എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ എന്താണ്? മൈസെൽഫ്, കാരണം ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബുള്ളറ്റിൻ്റെ തന്നെ ഒരു ക്ലോൺ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴാണോ ക്ലോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ സമയത്ത് വർക്കാവേണ്ട കോഡുകളാണ്. അതായത് ഒരു ക്ലോൺ ക്രിയേറ്റ് ആയതിനു ശേഷം ആ ക്ലോണ് മൂവ് ചെയ്ത് മൗസ് പോയിൻ്റർ എവിടെയാണോ ആ ദിശയിലേക്ക് മൂവ് ചെയ്ത് സ്റ്റേജിൻ്റെ അറ്റത്തേക്ക് എഡ്ജിലേക്ക് എത്തുന്നത് വരെ മൂവ് ചെയ്യുക. എപ്പോഴാണോ എഡ്ജിലെത്തുന്നത് ആ സമയത്ത് ആ ക്ലോണ് ഡിലീറ്റ് ആയി പോവുകയും അടുത്ത ബുള്ളറ്റ് അവിടെ തയ്യാറായി നിൽക്കുകയും ചെയ്യണം. ഇതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ക്ലോണിൻ്റെ കോഡ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ക്ലോൺ ഓഫ് മൈസെൽഫ് നമ്മൾ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ മറ്റൊരു ബ്ലോക്ക് കാണാം. വെൻ ഐ സ്റ്റാർട്ട് എസ് എ ക്ലോൺ എന്ന് പറയുന്ന കോഡാണ് നമുക്കിനി ആവശ്യം. എപ്പോഴാണോ ക്ലോൺ ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ മാത്രമാണ് ഈ കോഡ് വർക്ക് ആവേണ്ടതുള്ളൂ. അപ്പോൾ വെൻ ഐ സ്റ്റാർട്ട് എസ് എ ക്ലോൺ എന്നുള്ളത് എടുത്തു. ഇനി അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണോ മൗസ് പോയിന്റർ അവിടേക്ക് ഈ ബുള്ളറ്റ് തിരിയണം. അപ്പോൾ
നമ്മൾ ചെയ്യേണ്ടത്, മുമ്പ് നമ്മൾ 2 തവണ കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. മോഷനിലേക്ക് പോകുന്നു, അവിടെ പോയിന്റ് ടുവേർഡ്സ് മൗസ് പോയിന്റർ എന്ന് പറഞ്ഞ കോഡാണ് ആവശ്യം. ഞാനിപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് കോഡുകൾ വെച്ച് ബ്ലോക്കുകൾ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബുള്ളറ്റ് മൗസ് പോയിന്ററിൻ്റെ അവിടേക്ക് തിരിഞ്ഞു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലോൺ ക്രിയേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടാനായതുകൊണ്ട് തന്നെ അത്യാവശ്യം വേഗതയിൽ തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചലിക്കുന്നതിൻ്റെ അളവ് പറയുന്നത് സ്റ്റെപ്സിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് മൂവ് 10 സ്റ്റെപ്സ് എന്ന് പറയുന്ന ബ്ലോക്കാണ്. മോഷനിലാണ് അത് കിടക്കുന്നത്, അത് നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് 10 സ്റ്റെപ്പ് പോരാ, കുറച്ചുകൂടി സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവരണം. അപ്പോൾ ഞാനവിടെ 10 എന്നുള്ളത് മാറ്റി 50 സ്റ്റെപ്പ് എന്നാണ് ആക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വേഗതയിൽ അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു കൺട്രോളിങ് നമ്മൾ കൊടുക്കാനുണ്ട്. ഏതുവരെയാണ് മൂവ് ചെയ്യേണ്ടത്? എപ്പോഴാണോ ബുള്ളറ്റ് പോയി എഡ്ജിൽ തട്ടുന്നത് അതുവരെ മൂവ് ചെയ്യുക എന്നാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കൺട്രോൾ ടാബിൽ തന്നെ പോവുക. ഇവിടെ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കാണാം. പക്ഷേ ഇവിടെ റിപ്പീറ്റ് എത്ര തവണ എന്നുള്ളതാണ്. നമുക്കിവിടെ റിപ്പീറ്റ് എത്ര തവണ എന്നുള്ളതല്ല നമുക്ക് കൊടുക്കേണ്ടത്, അൺടിൽ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ അവിടെ കാണണം. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ, സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം റിപ്പീറ്റ് അൺടിൽ. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതുവരെ? ടച്ചിങ് എഡ്ജ്. ടച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് സെൻസിങ്ങിലാണ് കാണാൻ കഴിയുക. അപ്പോൾ ഞാൻ സെൻസിങ് എന്ന് പറയുന്ന ടാബിലേക്ക് പോകണം. ഇതാ ടച്ചിങ് മൗസ് പോയിന്റർ എന്ന് പറയും. ആ ടച്ചിങ് മൗസ് പോയിന്റർ നമുക്ക് ഇവിടെ വെച്ച് തന്നെ മാറ്റാം, അതല്ലെങ്കിൽ അത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷവും നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ടച്ചിങ് എന്നുള്ളിടത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഇതാ എഡ്ജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എഡ്ജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? ഇതിങ്ങോട്ട് വലിച്ചു വയ്ക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ, എഡ്ജിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവണം? അത് അവിടെ നിൽക്കാൻ പാടില്ല. ബുള്ളറ്റ് അതോടുകൂടി ഡിലീറ്റ് ആവണം അല്ലേ? അപ്പം ഇതൊരു ക്ലോൺ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ക്ലോണ് ഡിലീറ്റ് ആവണം. നമ്മൾ ക്ലോണിൻ്റെത് എടുത്തത് കൺട്രോളിൻ്റെ അകത്തു നിന്നായിരുന്നു. അപ്പോൾ അതിൽ തന്നെ താഴത്തേക്ക് വന്നാൽ കൺട്രോളിൻ്റെ ഏറ്റവും അവസാനത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിലീറ്റ് ദിസ് ക്ലോൺ എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിലീറ്റ് ദിസ് ക്ലോൺ എന്ന് പറയുന്നത് കൂടി നമ്മൾ എടുത്ത് ഇവിടേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റിൻ്റെ കംപ്ലീറ്റ് കോഡുകളായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം വയ്ക്കുന്നത് പോയിന്റ് ടുവേർഡ്സ് മൗസ് പോയിന്റർ എന്നുള്ളതാണ്. അതിന് ശേഷം വരേണ്ടത് ഈ റിപ്പീറ്റ് അൺടിൽ എന്നുള്ളതിലേക്ക് ഇത് കൊണ്ടുവരികയാണ്. ഏതുവരെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? ടച്ചിങ് എഡ്ജ് വരെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? 50 സ്റ്റെപ്പ് വീതം ബുള്ളറ്റ് മൂവ് ചെയ്യുന്നതാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവണം? അത് ഡിലീറ്റ് ആവണം. അപ്പോൾ ഡിലീറ്റ് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൻ്റെ പുറത്താണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് വരരുത്. പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പോയിന്റ് ടുവേർഡ്സ് മൗസ് പോയിന്ററും കൂടെ അറ്റാച്ച് ചെയ്യുകയാണ്. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കൂടി നമുക്കവിടെ പ്ലേ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ സൗണ്ട് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോവുകയാണ്. നമ്മൾ സൗണ്ട് ടാബിലേക്ക് പോവുകയാണ്. സൗണ്ട് ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് എ സൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് റിപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നത് കാണാം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി റിപ്പ് എന്നുള്ളത് വന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ രണ്ടാമത് ആഡ് ചെയ്തത് ആവശ്യമില്ല. ഇനി അവിടെ ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചൂസ് എ സൗണ്ട് എടുക്കുക, റിപ്പ് എന്നുള്ള സൗണ്ട് എടുക്കുക. ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇതാണ് ആ സൗണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കോഡ് എടുക്കണം. നമ്മൾ വീണ്ടും കോഡിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോഴും ബുള്ളറ്റ് എന്ന സ്പ്രൈറ്റ് തന്നെ ആയിരിക്കണം സെലക്ഷനിൽ ഉണ്ടാവേണ്ടത്. ഇനി സൗണ്ട് ടാബിലേക്ക് വരിക. അവിടെ സ്റ്റാർട്ട് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പ് എന്നുള്ളത് കാണാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അത് കാണുന്നത്. ഇനി അതല്ല, നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് സൗണ്ട് ആഡ് ചെയ്യാം. മറ്റേതെങ്കിലും സൗണ്ട്സും അവിടേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് സൗണ്ട് എന്നുള്ളത് എടുത്തു, അത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു
മുഴുവനായിട്ടുള്ള ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യാം, വെൻ ഐ സ്റ്റാർട്ട് ആസ് എ ക്ലോൺ എന്നുള്ളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില സമയങ്ങളിൽ ഇതൊന്ന് ഈ സ്ക്രാച്ചിൻ്റെ ഈ സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഒന്ന് ക്രാഷ് ആയി പോകാനുള്ള സാധ്യതയുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒന്ന് ഓഫായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ തയ്യാറാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇത് സേവ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ സേവ് ചെയ്യുന്ന കൂടെ കാണിക്കാം. ഫയലിൽ സേവ് ആസ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഫയൽ മെനുവിൽ സേവ് ആസ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത്രയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ project.sb3 എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഡോക്യുമെൻറ്റ്സിൽ തന്നെയാണ് ഞാൻ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഷൂട്ടിംഗ് എന്നാണ് പേര് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡബിൾ ട്രാപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഡബിൾ ട്രാപ്പ് ഗെയിമാണ് നമ്മളിത്. ഞാൻ ജസ്റ്റ് ഷൂട്ടിംഗ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യണം. ഷൂട്ടിംഗ് എന്ന് കൊടുത്തിട്ട് സേവ് എന്ന് കൊടുത്തു. ഉടനെ നമുക്കിവിടെ ഇതാ ഫയൽ നെയിമിൻ്റെ അവിടെ ഷൂട്ടിംഗ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇവിടെ മുകളിലും ഷൂട്ടിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ സേവ് ടു ഷൂട്ടിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഫയലിൽ സേവ് ടു shooting.sb3. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ബുള്ളറ്റിൻ്റെ കോഡിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബലൂണ് പറക്കുന്നതും ബലൂണിലേക്ക് ഒരു ബുള്ളറ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് ബലൂണിൻ്റെ കോഡൊന്ന് മാറി വരുന്നതുമാണ് നമുക്ക് കാണിക്കാനുള്ളത്. അതായത് ബലൂണിലേക്ക് ഒരു ബുള്ളറ്റ് ടച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ രൂപം മാറണം, നമ്മൾ ആ വരച്ച് ചേർത്ത രൂപത്തിലേക്ക് വരണം, അതിനുശേഷം അത് കാണാതാകണം, ബലൂൺ പൊട്ടുന്ന ഒരു ശബ്ദം കൂടെ പ്ലേ ആവണം, ഒപ്പം സ്കോറിൽ 1 പോയിന്റ് വീതം കൂടുകയും ചെയ്യണം. ഇത്രയുമാണ് നമുക്ക് ഇവിടെ ബലൂണിലേക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്കപ്പോൾ അത് നോക്കാം.